തുടർച്ചയായി പെയ്ത കനത്ത മഴ മൂലം പെരിയാർ ചാലക്കുടിയാറുകളിൽ ജലനിരപ്പ് ഉയർന്നു. കുന്നുകര പഞ്ചായത്തിൽ 50ഓളം വീടുകളിൽ വെള്ളം കയറി. 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് പെരിയാറും ചാലക്കുടിയാറും കരകവിഞ്ഞതിനെ തുടർന്നാണ് കുന്നുകര പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടിയാണ് വെള്ളം കയറിയത്. പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളായ ചെറിയ തൈക്കാനം, കാരക്കത്തുരുത്ത്, അമ്മണത്തുപള്ളം എന്നിവിടങ്ങളിലാണ് ആദ്യം വെള്ളം കയറിയത്. ഒരു 3:30 ആയിട്ടുണ്ട്. 3:30 ആയപ്പോൾ ഞാൻ താഴെ കിടക്കണേ, എൻ്റെ കൈ നനഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു കിടന്നു കഴിഞ്ഞ് അടുത്ത കൈ നനഞ്ഞപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ ഭാര്യേനെ വിളിച്ച് വെള്ളം കയറി വരാനാണ്, വേഗം ചാടി എഴുന്നേക്കാൻ പറഞ്ഞ് ഞങ്ങൾ അത് ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. വെളുപ്പിന് 3 മണിക്ക് ശേഷമാണ് ഇത് അതിശക്തമായ രീതിയിലുള്ള വെള്ളം കയറ്റം ഉണ്ടായത്. നമുക്കാണെങ്കിൽ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും കാര്യങ്ങളൊന്നും എങ്ങൊന്നും കിട്ടിയിരുന്നില്ല. ഇപ്പം എൻ്റെ വാർഡിൽ തന്നെ ഏകദേശം 7 വീടുകളുടെ ഉള്ളിൽ വെള്ളം കയറി. വെളുപ്പിന് കിടന്നുറങ്ങുന്ന സമയത്താണ് വെള്ളത്തിൻ്റെ ഉയർച്ച ഉണ്ടായിരുന്നതും. ഉച്ചയോടുകൂടി ചാലാക്ക ഗവൺമെന്റ് LP സ്കൂളിന് പുറകുവശവും കുത്തിയതോട്, എലിത്തുരുത്ത് എന്നിവിടങ്ങളിലും വെള്ളം കയറി. പഞ്ചായത്തിൽ 50ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറിയവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനു വേണ്ടി 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ പഞ്ചായത്തിൽ തുറന്നിട്ടുണ്ട്. ചാലാക്ക ഗവൺമെന്റ് LP സ്കൂൾ, കുന്നുവയൽ ഗവൺമെന്റ് LP സ്കൂൾ, അയിരൂർ സെന്റ് തോമസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് തുറന്നിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയിലും വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയിൽ കൂടുതൽ പേർ ക്യാമ്പുകളിൽ എത്താൻ സാധ്യതയുണ്ട്. റവന്യൂ വകുപ്പും പഞ്ചായത്തും ക്യാമ്പിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബുവും വൈസ് പ്രസിഡന്റ് MA അബ്ദുൽ ജബ്ബാറും പറഞ്ഞു. രണ്ട് ക്യാമ്പുകളാണ് നമ്മളിപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്. അതിൽ ചാലാക്ക LPSലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് കുടുംബങ്ങൾ, ഒരു 10ഓളം കുടുംബങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വയൽക്കര രാത്രിയോടുകൂടി എല്ലാ കുടുംബങ്ങളും അവിടെ എത്തുമെന്നാണ്. അവിടെ ഒരു 13 വീടുകളിലാണ്, ആ തീരപ്രദേശത്തുള്ള 13 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ രാത്രിയോടുകൂടി ചെറിയ തേക്കാനത്ത് നിന്ന് ഒരു 8 കുടുംബത്തോളം ഇവിടെ വരാനുണ്ട്. ഇത്രയും കുന്നുകര പഞ്ചായത്തിൽ ഇപ്പോൾ പല പ്രദേശങ്ങളിലും, എല്ലാ പ്രദേശങ്ങളിലും പുഴ തീരത്തുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇനിയും മഴ തുടർന്നാൽ നമ്മൾ എല്ലാവരും ആശങ്കയിലാണ്. രാത്രിയോടുകൂടി വളരെ കൂടുതൽ വെള്ളം കയറിയാൽ എല്ലാ കുടുംബങ്ങളും ഈ പരിസരത്ത്, ഇപ്പോൾ 14-ാം വാർഡിൻ്റെ ഒരു മിക്ക ഭാഗങ്ങളിലേക്കും വെള്ളം പല വഴിയിലും കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 13-ാം വാർഡ് ചെറിയ തേക്കാൻ ഒരു ദ്വീപ് ആണ്, അവിടെയും വെള്ളം അധികമായി കയറിയിട്ടുണ്ട്. അതുപോലെ 12-ൽ, 10-ൽ, 9-ൽ അങ്ങനെ എല്ലാ മിക്ക വാർഡുകളിലും ഇപ്പോൾ പുഴ തീരത്തുള്ള എല്ലാ വാർഡുകളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വില്ലേജിൽ നിന്ന് 2 ക്യാമ്പുകളാണ് ഇപ്പോൾ സജ്ജമാക്കിയിട്ട്. ഇപ്പോൾ അതുപോലെ 15-ാം വാർഡിലെ നമ്മുടെ വേളാങ്കണ്ണി മാത പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളും വെള്ളം മുങ്ങിയിട്ടുണ്ട്. അവർ ഇപ്പോൾ നമ്മൾ അയിരൂർ സ്കൂളിൽ പുതിയൊരു ക്യാമ്പ് കൂടി തുറക്കാനുള്ള നിർദ്ദേശങ്ങളെല്ലാം വില്ലേജ് ഓഫീസറുമായി പറഞ്ഞിട്ടുണ്ട്. നിലവിലിപ്പോൾ 2 ക്യാമ്പാണ് തുറന്നിട്ടുള്ളത്. രാത്രി വെള്ളം കൂടി വരികയാണെങ്കിൽ നമ്മൾ ക്യാമ്പുകൾ അയിരൂർ തുറക്കേണ്ടതായിട്ട് വരും. അയിരൂരും അതുപോലെ തന്നെ പിന്നെ JBS തുറക്കേണ്ടതായിട്ട് വരും. രാത്രി ഇപ്പോൾ നമുക്ക് നാട്ടുകാർക്കുള്ള ഒരു നിർദ്ദേശം ഉണ്ടാകും. ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ വെള്ളം കയറിയത് ആർക്കും ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സാധാരണ രീതിയിൽ ഡാം തുറന്നു വിടുമ്പോൾ പഞ്ചായത്ത് അധികാരികൾ ഞങ്ങളൊക്കെ അറിയിക്കാറുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ഇന്നലെ തുറന്നിട്ട് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വെളുപ്പിന് 3 മണിക്ക് ഒക്കെയാണ് ആളുകളിത് വെള്ളം വീട്ടിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ആ സമയം മുതൽ എല്ലാവരും ഫീൽഡിലുണ്ട്, ആളുകളൊക്കെ മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്തു.